മുഴുവൻ പണിയും കഴിഞ്ഞ ഒരു കമ്പമാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഇത് കമ്പത്തിൻ്റെ 4 സൈഡിലേക്കും കൊടുക്കാനുള്ള പ്രത്യേകതരം മരുന്നുകളാണ്. ഈ കമ്പം കത്തിക്കലിലെ പ്രധാനപ്പെട്ട ഭാഗം കേട്ടോ ഈ മുള. ഈ മുളേൻ്റെ ഉള്ളിൽ പ്രത്യേകതരം മരുന്നുകൾ നിറച്ചിട്ടാണ് കമ്പം കത്തിക്കുന്നത്. പിന്നെ ഈ ചാക്കിൻ്റെ മുകളിൽ കാണുന്നതാണ് കരിക്കിൻ്റെ തോട്. ഇത് മുളയെ സുഖമായി തിരിയാൻ വേണ്ടി സഹായിക്കുന്നു. ഈ കുട പോലെ കാണുന്ന ഈ മരുന്നിൻ്റെ സെറ്റ് കമ്പത്തിൻ്റെ ഏറ്റവും മുകളിൽ കെട്ടാനുള്ളതാണ്. അപ്പോൾ കമ്പത്തിൻ്റെ പണി ഏകദേശം തീരാറായിട്ടോ. ഞാൻ ഈ ചെറിയ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പോലെ മുളകൾക്ക് വശങ്ങളിലേക്ക് സുഖമായി തിരിയാൻ വേണ്ടിയിട്ടാണ് ആ കരിക്കിൻ്റെ പീസ് സപ്പോർട്ടായി താഴെ വെച്ചിട്ടുള്ളത്. ഈ കാണുന്ന വെളുത്ത കയർ പോലെയുള്ളത് കമ്പത്തിൻ്റെ പ്രധാനപ്പെട്ട തിരിയാണ് കേട്ടോ. ഇതിലേക്ക് തീ കൊടുത്തതും ചില മൈക്രോ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ കമ്പത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും തീ എത്തുന്നു. ശ്രീ ചിനക്കത്തൂർക്കാവ് പൂരത്തിനോടനുബന്ധിച്ച് തെക്കുമംഗലം ദേശമാണ് കേട്ടോ ഇന്ന് കമ്പം കത്തിക്കുന്നത്. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ പാലപ്പുറം എന്ന സ്ഥലത്താണ്. അപ്പോൾ കമ്പം കത്തിക്കുന്നതിൻ്റെ മുഴുവൻ വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.